എന്താണ് ലീഗിനോട് സ്വീകരിച്ചിരുന്ന നിലപാട്? അത് ലീഗിനോട് സ്വീകരിച്ചിരുന്ന പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര പാർട്ടിയായ ലീഗുമായി ഏതെങ്കിലും തരത്തിൽ സന്ധി ചെയ്യുന്നതിന് തെറ്റില്ല എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലീഗിനെ ഒരു രാഷ്ട്രീയ സഖ്യകക്ഷിയായി സ്വീകരിക്കുമോ എന്ന വലിയ ചർച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പറയുന്നത് ലീഗുമായി ഒരു ചർച്ചയ്ക്കും ഇപ്പോൾ ഞങ്ങളില്ല എന്ന് തന്നെയാണെന്ന് പറയുന്നത് മാത്രവുമല്ല, ലീഗ് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഈ നീക്കം ലീഗിനെയും കോൺഗ്രസിനെയും UDFിനെയും വേരുകൾ അടർത്തിമാറ്റും, അടിത്തറ തകർത്ത് കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മതരാഷ്ട്രവാദികളുമായി ലീഗിൻ്റെ അനുകൂലികളെ അല്ലെങ്കിൽ അണികളെ കൂട്ടിക്കെട്ടുമ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര മനുഷ്യരെ നിങ്ങൾ വർഗീയവാദികളാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്ന വളരെ ഗൗരവമേറിയ ഒരു വിമർശനം ഇന്ന് പാർട്ടി നടത്തിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ ഒരു ലൈനാണ്. ഈ പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എടുത്തിരിക്കുന്ന CAയുമായി ബന്ധപ്പെട്ട് നടത്തിയ മുത്തലാഖുമായി ബന്ധപ്പെട്ട് നടത്തിയ പാർട്ടിയുടെ നീക്കങ്ങളിൽ നിന്നുള്ള ഒരു നയം മാറ്റമാണ്, ഒരു പൊളിറ്റിക്കൽ ലൈനിൻ്റെ ചേഞ്ചാണ് എന്നത് വളരെ വ്യക്തമാണ്. എന്നാൽ സാമ്പത്തിക മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റം ഒരു പുതിയ മാറ്റമേ അല്ല എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം എന്താ? ഇത് 2016 മുതൽ പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ്.